ഇപ്പോൾ ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ പുതിയ ബെഞ്ചിലേക്ക്. ജസ്റ്റിസ് ഗവായിയുടെ ബെഞ്ച് വാദം കേൾക്കും. നിലവിലെ ചീഫ് ജസ്റ്റിസ് 13-ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് കേസ് മാറ്റിയത്. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 15-ലേക്ക് മാറ്റി. വഖഫ് ഹർജി പുതിയ ബെഞ്ചിലേക്ക് മാറ്റി എന്നുള്ള നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ പുതിയ ബെഞ്ചിലേക്ക് മാറുകയാണ്. ജസ്റ്റിസ് ഗവായിയുടെ ബെഞ്ച് വാദം കേൾക്കും. നിലവിലെ ചീഫ് ജസ്റ്റിസ് 13-ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് കേസ് മാറ്റിയത്. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 15-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡി ധനുസുമോദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ധനുസുമോദ്, എന്താണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്? സുപ്രീം കോടതിയിൽ ഇന്ന് കേസ് പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെയാണ് മുതിർന്ന അഭിഭാഷകർ ആരൊക്കെയാണ് ഇതിൽ ഹാജരാകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി വിശദമായ പട്ടിക നൽകിയത്. പക്ഷേ കേസ് പരിഗണിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അറിയിച്ചത് കേസ് അടുത്ത ബെഞ്ച് പരിഗണിക്കട്ടെ, പുതിയ ബെഞ്ച് പരിഗണിക്കട്ടെ എന്നാണ്. കാര്യം 13-ാം തീയതി നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് സഞ്ജീവ് ഖന്ന വിരമിക്കുകയാണ്. 14-ാം തീയതി ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ ബെഞ്ചിൽ അധിപനായിട്ടുള്ള ജസ്റ്റിസ് BR ഗവായി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 15-ാം തീയതി കേസ് പരിഗണിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു അഭിപ്രായം എന്ന രീതിയിൽ തന്നെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ബാറിനോട് ചോദിക്കുകയായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഇത് അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജസ്റ്റിസ് BR ഗവായിയുടെ ബെഞ്ച് തന്നെ പരിഗണിക്കട്ടെ എന്നുള്ള കാര്യത്തിൽ സോളിസിറ്റർ ജനറൽ അടക്കമുള്ളവർ അവർ അത് അംഗീകരിക്കുകയായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അതനുസരിച്ചാണ് ഇപ്പോൾ പുതിയ ബെഞ്ചിലേക്ക് പരിഗണിക്കാൻ വേണ്ടി 15-ാം തീയതിയിലേക്ക് കേസ് മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല, കേന്ദ്രം വിശദമായ സത്യവാങ്മൂലമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നിരവധി സംഘടനകൾ അധികമായിട്ടുള്ള സത്യവാങ്മൂലം കൂടി സമർപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് അധിക സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. സമസ്ത പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മാനവധർമ്മ ട്രസ്റ്റ്, ശ്രീനാരായണ മാനവധർമ്മ ട്രസ്റ്റ് പുതിയ പോയിന്റുകളുമായി പുതിയ ഹർജി അവർ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഹർജികളിൽ വ്യത്യസ്തമായ ആശയങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും ഒടുവിൽ വഖഫ് എന്ന ആശയം തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിയമമാണ് നടപ്പാക്കുന്നത് എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇതെല്ലാം വിശദമായ ഒരു പരിഗണനയ്ക്കും വിശദമായ വാദത്തിനും തയ്യാറാകേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു ഭാഗത്തിന്റെ വാദം മാത്രം ഏറ്റവും കുറഞ്ഞത് ഒരു 4 ദിവസം തന്നെ കേൾക്കേണ്ടി വരും. ഇതിനുള്ളൊരു മറുപടി സർക്കാർ നൽകേണ്ടി വരും. സർക്കാർ നൽകേണ്ട കൗണ്ടർ വീണ്ടും ഹർജിക്കാർ നൽകേണ്ടി വരും. ഈ സാഹചര്യത്തിൽ കേസ് നീണ്ടുപോകാനാണ് സാധ്യത. അതിനിടയിൽ ജഡ്ജി വിരമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേസ് അടുത്ത ബെഞ്ചിൽ പരിഗണിക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നത്. ഈ അഭിപ്രായം അംഗീകരിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് വഖഫ് കേസ് 15-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മെയ് 14-നാണ് ഈ ഗവായി പുതിയ ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെയാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്, അതല്ലേ സുമോദ്? ഇപ്പോൾ നിലവിൽ ഈ കേസ് പരിഗണിക്കുന്ന തൊട്ട് മുമ്പായിട്ട് തന്നെ സുപ്രീം കോടതി വളരെ നിർണായകമായിട്ടുള്ള ഉത്തരവിറക്കിയിരുന്നു. അതായത് 2025 ജനുവരി 31-ന് മുമ്പായിട്ട് തന്നെ ഏതൊക്കെ കേസിലാണ് വിധി പറയാതെ മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സുപ്രീം കോടതി ചോദിച്ചു. അതായത് വിധി പറയാതെ മാറ്റിവെക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഒരു വാദം കേട്ടിട്ട് ഒരു പാതി വഴിക്ക് ഒരു ജഡ്ജിക്ക് ആ കേസ് ഇട്ടിട്ട് പോകാൻ കഴിയില്ല. അത് ഒരു വളരെ സങ്കീർണമായിട്ടുള്ള രാജ്യത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേസാണ്. അതുകൊണ്ട് ഇനി പുതിയ ജഡ്ജി അധ്യക്ഷനായിട്ട് വന്നാൽ വീണ്ടും ആ വാദം ആദ്യം മുതൽ തന്നെ കേൾക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി പുതിയ ബെഞ്ചിലേക്ക് കേൾക്കണം എന്നുള്ള അഭിപ്രായം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്നെ മുന്നോട്ട് വെച്ചത്. ഈ അഭിപ്രായം സുപ്രീം കോടതിയിലെ മുഴുവൻ ബാറും ബെഞ്ചും അംഗീകരിക്കുകയായിരുന്നു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ പുതിയ ബെഞ്ചിലേക്ക്. ജസ്റ്റിസ് ഗവായിയുടെ ബെഞ്ച് വാദം കേൾക്കും. നിലവിലെ ചീഫ് ജസ്റ്റിസ് 13-ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് കേസ് മാറ്റിയത്. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ധനുസുമോദ്.